സംസ്ഥാനത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ലീഗ് തമ്മിലുള്ള ഒരു കനത്ത പോരാട്ടം നടന്നൊരു മണ്ഡലമാണ് മഞ്ചേശ്വരം. ഇത്തവണയും അത്തരത്തിലൊരു പോരാട്ടത്തിനാണ് കാഴ്ചകൾ കാണാൻ പോകുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി ഇത്തവണയും മത്സരിക്കാൻ വരുമെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. അദ്ദേഹം പൂർണ്ണമായും ഇതിനെ തള്ളുന്നൊരു സാഹചര്യവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ തവണ വെറും 700 വോട്ടുകൾക്ക് മാത്രം അല്ലെങ്കിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന കെ സുരേന്ദ്രൻ ഇത്തവണ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചുവന്ന് UDF-നെയും LDF-നെയും പൂർണ്ണമായും പിന്തള്ളിക്കൊണ്ട് മഞ്ചേശ്വരം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളാണോ ബി.ജെ.പി. നടക്കുന്നത്? തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ ഒരു വാർഡ് ഷെയറിനെ നോക്കുകയാണെങ്കിൽ തന്നെ 700 വോട്ടുകൾക്കാണ് സുരേന്ദ്രൻ അന്ന് രണ്ടാം സ്ഥാനത്തായിട്ട് ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. മഞ്ചേശ്വരം എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ എപ്പോഴും ഒരു സേഫ് ആയിട്ടൊരു മണ്ഡലമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ബോർഡറാണ്, പിന്നെ ബി.ജെ.പി. ഇൻഫ്ലുവൻസ് നന്നായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടേക്ക് അന്നുണ്ടായിരുന്ന ആ ഒരു വോട്ട് ഇൻഫ്ലുവൻസിനെക്കാട്ടിലും അല്ലെങ്കിൽ വോട്ട് ഷെയറിനെക്കാട്ടിലും ബി.ജെ.പിക്ക് പൊതുവെ വോട്ട് ഷെയർ പല മണ്ഡലങ്ങളിലും കൂടിയിട്ടുണ്ടെന്നുള്ളൊരു തെളിവാണ് തദ്ദേശത്തുണ്ടായിരുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം, 2021 ഈ പറയുന്ന ഇലക്ഷൻ സമയം ഉണ്ടാവുന്നത്, നിയമസഭ ഉണ്ടാവുന്നത്. അതിനുശേഷം ഈ പറയുന്ന ലോക്സഭയ്ക്ക് ശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ ഈ പറയുന്ന പദവിയിലേക്ക് എത്തുന്നതും കൃത്യമായിട്ടൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ഏതൊക്കെ സ്ഥാനാർത്ഥികളെ എവിടെയൊക്കെ നിർത്തണം, ഏതൊക്കെ വോട്ട് ഷെയർ കിട്ടുന്ന സ്ഥാനാർത്ഥികളെ അവിടെ നിർത്തണം, ഈ പറയുന്ന പോലെ ഈ മതപരമായിട്ടുള്ള വോട്ടുകൾ, ജാതീയപരമായിട്ടുള്ള വോട്ടുകൾ, ഇതിനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് കൃത്യമായി ബി.ജെ.പിയുടെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടായിരുന്നു തദ്ദേശത്തിലേക്ക് അവർ ഇറങ്ങിയത്. അപ്പോൾ സുരേന്ദ്രനെ സംബന്ധിച്ച് അത്രയും സേഫ് പ്ലേസ് ആയിട്ടുള്ള മഞ്ചേശ്വരത്ത് മത്സരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ സുരേന്ദ്രൻ ഒരിക്കലും അത് തള്ളിക്കളയില്ല. കാരണം അത്രത്തോളമുള്ള ഒരു ടീം വർക്കാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. 700 വോട്ടുകൾ എന്ന് പറയുന്നത് ഇനിയിപ്പോ അവർക്ക് പുഷ്പം പോലെ ഒരു 10% വ്യത്യാസത്തിലാണെങ്കിൽ പോലും സുരേന്ദ്രൻ അവിടെ ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. ബാക്കി ഏത് മണ്ഡലങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ കുറച്ചധികം കഷ്ടപ്പെട്ടാലും പക്ഷെ ഇവിടെ അധികം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഈ പറയുന്ന ഈ 500 വോട്ടുകൾ, 200 വോട്ടുകൾ, 100 വോട്ടുകൾ, ഈ വ്യത്യാസത്തിൽ ഉണ്ടാവുന്ന ജയം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം എന്നൊക്കെ പറയുന്നത് ഏകദേശം സുരേന്ദ്രൻ ജയിച്ച പോലെ തന്നെയാണ് ഈ രണ്ടാം സ്ഥാനത്തിന്റെ. കാരണം മൂന്നാം സ്ഥാനത്ത് പോയിരിക്കുന്ന LDF-നേക്കാൾ 20,000-ലധികം വോട്ടുകളാണ് ബി.ജെ.പി. അവിടെ നേടിയിട്ടുള്ളത്. വെറും 700 വോട്ട് എന്ന് പറയുമ്പോൾ അതൊരിക്കലും ചെറിയ നമ്പർ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചെറിയ ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ലീഗിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു എന്ന് നമുക്ക് ഒരിക്കലും അവിടെ പറയാനും സാധിക്കില്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇത്തരത്തിൽ വട്ടിയൂർക്കാവിൽ കെ സുരേന്ദ്രൻ മത്സരിച്ചേക്കുമെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ മഞ്ചേശ്വരത്തോ കാസർഗോഡോ എവിടെയെങ്കിലും മത്സരിക്കാനുള്ള സാധ്യതകളാണ് പുറത്തു വരുന്നത്. ഇതെല്ലാം തന്നെയും ബി.ജെ.പിക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വിജയ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഈ ഒരു നീക്കം പതിയെ ഓരോ മണ്ഡലങ്ങളിൽ ഇത്രത്തോളം സ്റ്റാർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രത്തോളം ജനങ്ങളുടെ പിന്തുണയുള്ള നേതാക്കന്മാരെ നിർത്തിക്കൊണ്ട് പതിയെ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങളല്ലേ ബി.ജെ.പി. കാഴ്ചവെച്ചിട്ടിരിക്കുന്നത്? തീർച്ചയായും അത് തന്നെയാണല്ലോ അവരുടെ ആവശ്യം എന്ന് പറയുന്നത്. വോട്ട് ഷെയർ കൂട്ടുക, അതേപോലെ മണ്ഡലങ്ങളുടെ അവരുടെ സ്ഥാനാർത്ഥികളുള്ള മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടുക എന്ന് തന്നെയാണ് അവരുടെ കൃത്യമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ പാലക്കാട് CPM-നും ബി.ജെ.പിക്കുമാണ് പൊതുവെ ഒരു ചായ ഉള്ളത്. അവിടെ രാഹുൽ മാങ്കൂട്ടം വന്ന് നന്നായിട്ടൊന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഷാഫി രാഹുൽ മാങ്കൂട്ടം ഒരു കൂട്ടുകെട്ടിന്റെ ഫലമായിട്ട് പാലക്കാട് UDF-ലേക്ക് പോയൊരു സാഹചര്യം പോലെ തന്നെയാണ് സുരേന്ദ്രനെ സംബന്ധിച്ച് മഞ്ചേശ്വരം എന്ന് പറയുന്നത്. അവിടെ അവർക്ക് ഓൾറെഡി ഒരു ബി.ജെ.പി. കാറ്റുണ്ട്, അവിടെ അവർ തെളിയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സ്ഥലത്തെ സംബന്ധിച്ച് വോട്ട് ഷെയർ തദ്ദേശത്തിലാണെങ്കിലും കൂടുതൽ കിട്ടിയ ഒരു സ്ഥലം തന്നെയായിരുന്നു കാസർഗോഡ് എന്ന് പറയുന്നത്. ഒട്ടും പുറകോട്ടല്ല ബി.ജെ.പി. അവിടെ. അങ്ങനെ ഒരു സാഹചര്യം ഉള്ള ഒരു മണ്ഡലത്തിലേക്ക് സുരേന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ സുരേന്ദ്രനോട് ആവശ്യം, സുരേന്ദ്രൻ എന്തായാലും മത്സര രംഗത്തേക്ക് ഉണ്ടെന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മത്സരിക്കുന്നില്ല എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ നിൽക്കുന്ന ഒരു സമയത്താണെങ്കിൽ കഴിഞ്ഞ സമയം 700 വോട്ടുകൾ പരാജയപ്പെട്ട ഒരാളാണെങ്കിൽ ഈ ചിലപ്പോൾ ഒരു 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലൊക്കെ സുരേന്ദ്രൻ അവിടെ ഒന്നാം സ്ഥാനം കിട്ടാനും ചാൻസ് ഉണ്ട്. കാരണം അത്രത്തോളമുള്ള പ്രവർത്തനങ്ങളാണ് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും പല മണ്ഡലങ്ങളിലായിട്ട് നടക്കുന്നത്. അതേപോലെ തന്നെ ഔട്ട്സോഴ്സ് ഉണ്ട്, ഫണ്ടുകൾ ഇറങ്ങുന്നുണ്ട്. അതാണ് ബി.ജെ.പിയുടെ ഒരു ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ല, ഇപ്പോൾ ആതിര പറഞ്ഞതിൽ അദ്ദേഹം മത്സരിക്കില്ല എന്നുള്ള വാർത്തകളും ഒരു സമയത്ത് സജീവമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്നും നമുക്കറിയാൻ കഴിയുന്നത് ഒരു സമയത്ത് കെ സുരേന്ദ്രൻ മത്സരിച്ചേക്കില്ല എന്നുള്ള വാർത്തകളിൽ നിന്നുമാണ് വീണ്ടും വട്ടിയൂർക്കാവിൽ കെ സുരേന്ദ്രന്റെ പേര് ഉയർന്നു കേൾക്കാൻ തുടങ്ങിയത്. പിന്നീട് പാലക്കാട് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് കെ സുരേന്ദ്രൻ വന്നേക്കാം എന്നുള്ള വാർത്തകൾ വന്നു. ഇപ്പോൾ മഞ്ചേശ്വരം കേൾക്കുന്നു, കാസർഗോഡ് കേൾക്കുന്നു. എന്തായാലും വിജയ സാധ്യതയുള്ള ഒരിടത്ത് തന്നെയായിരിക്കും അദ്ദേഹം മത്സരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം മത്സരിക്കുന്നിടത്ത് വിജയം ഉറപ്പായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹർഷന് ആലോചിക്കുകയാണെങ്കിൽ ഇവർക്ക് ഏറ്റവും എളുപ്പത്തിൽ മത്സരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ നിയമസഭ എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. ഒരു സ്ഥലത്തേക്ക് നമ്മൾ ജനങ്ങളോട് പറയുകയാണ് ഇത് ബി.ജെ.പിയിലാണ് അല്ലെങ്കിൽ ബി.ജെ.പി. ചായ്വാണ്. തിരുവനന്തപുരം തലസ്ഥാനം അവർ നോക്കി വെച്ച് പിടിച്ചത് തന്നെ അതിനു വേണ്ടിയിട്ടായിരുന്നു.
കാരണം മോദി വന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട് തലസ്ഥാനം ഞങ്ങൾ പിടിക്കാനുള്ള ഒരു കൃത്യമായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ ഉദ്ദേശം എന്ന് പറയുന്നത് തലസ്ഥാനം പിടിച്ചാൽ അടുത്തത് ഇനി അധികം വൈകാതെ തന്നെ കേരളത്തിലെ ഭരണം BJP-യിലേക്ക് എത്തും എന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തലസ്ഥാനം പിടിച്ചത്. അല്ലെങ്കിൽ അതിലും കൂടുതൽ വർക്കുകൾ ബാക്കി സ്ഥലങ്ങളിൽ അവർക്ക് ഇടാൻ പറ്റുമായിരുന്നു. ബാക്കി സ്ഥലങ്ങളിലെല്ലാം അവർ കൃത്യമായി വോട്ട് ഷെയർ കൂട്ടുകയാണ് ചെയ്തത്. എന്നിട്ട് ഒരു സ്ഥലത്ത് കൃത്യമായ കോർപ്പറേഷൻ മുഴുവൻ പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സുരേന്ദ്രന് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇനി വരുന്ന നിയമസഭ എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് അവരുടെ കയ്യിൽ. ഇവിടെ ഈ സ്ഥാനാർത്ഥിയാണ് നിൽക്കേണ്ടത്, അവിടെ ആ സ്ഥാനാർത്ഥിയാണ് നിൽക്കേണ്ടത്. ഇപ്പോൾ ക്രൈസ്തവ വോട്ടുകളുള്ള സ്ഥലത്ത് ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. അവിടെയൊക്കെ അവർ ജയിക്കുന്നതിന്റെ അപ്പുറത്തേക്കും ജയസാധ്യത ഉണ്ടാക്കുക. ആ ജയസാധ്യതയുടെ മേൽ അടുത്ത നിയമസഭ വരുമ്പോഴത്തേക്കും ജനങ്ങളെ മാനിപ്പുലേറ്റഡ് ആക്കിയിട്ട് അവിടേക്ക് വോട്ടുകൾ കൂട്ടുക. അതേപോലെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ പറയുന്ന സഖ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അതിനൊരു ആന്റി BJP രീതിയിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോ 2020 BJP-യിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും 2020 വന്നതുകൊണ്ട് BJP ജയിക്കും എന്നതിന്റെ അപ്പുറത്തേക്കും BJP-ക്ക് ജയിക്കാൻ ഓൾറെഡി ഇവിടെ ഒരു അനുകൂല സാധ്യതയുണ്ട്. അതാണ് സത്യാവസ്ഥ. പലപ്പോഴും അത് തന്നെയാണ് എല്ലാ മണ്ഡലങ്ങളും എല്ലാ സ്ഥലങ്ങളും എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓരോ BJP അല്ലെങ്കിൽ മിക്ക പഞ്ചായത്തുകളും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP ആണ്. പക്ഷെ നമ്മൾ കൂടുതലായിട്ടും ഈ പ്രോബബിലിറ്റി ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്താണ് CPM-ന് കൂടുതൽ മുൻതൂക്കമുള്ളത്. പക്ഷേ CPM ഭരിച്ചിരിക്കുന്ന പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭയിലൊക്കെ കിട്ടിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ BJP-യുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരത്ത് അല്ലെങ്കിൽ വട്ടിയൂർക്കാവാണെങ്കിലും മഞ്ചേശ്വരമാണെങ്കിലും സുരേന്ദ്രന് വളരെയധികം ആനുകൂല്യമുള്ള മണ്ണാണ്. അതേപോലെ സുരേന്ദ്രൻ മത്സരിക്കുന്നതോടൊപ്പം ശോഭാ സുരേന്ദ്രൻ വരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ എന്തായാലും മത്സരിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. പുള്ളിയുടെ പേര് ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല. അദ്ദേഹം മത്സരിക്കുമായിരിക്കും. കാരണം BJP-യെ സംബന്ധിച്ച് പുതിയ ആളുകളെ നിർത്തിക്കൊണ്ട് പരീക്ഷിക്കുക എന്നതിനേക്കാൾ ഉപരി അവർ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ അറിയപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അറിയുന്ന പ്രത്യേകിച്ച് ഒരു മുഖവുരയുടെ ആവശ്യമില്ലാത്ത നേതാക്കന്മാരെ ഇത്തവണ മത്സരിപ്പിച്ച് വിജയം ഉറപ്പാക്കുക. പൂർണ്ണമായും ചില നേതാക്കന്മാർ പറയുന്നുണ്ട് 86 സീറ്റുകൾ നിയമസഭയിൽ പിടിക്കുമെന്നൊക്കെ പറയുന്നത് വെറും ബാലിശമായ ഒരു നീക്കമാണെങ്കിൽ പോലും അവരുടെ ലക്ഷ്യം അതാണ് എന്നുള്ളതാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിക്കുന്നത് 10 സീറ്റെങ്കിലും കുറഞ്ഞത് പിടിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ 10 നേതാക്കന്മാരെ അവർ കൃത്യമായി പ്ലേസ് ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒരു സമയത്ത് സംശയം തോന്നിയതുപോലെ ഇനി R ശ്രീലേഖയുടെ പേരുകൾ വീണ്ടും ഉയർന്നു കേൾക്കുമോ? കാരണം R ശ്രീലേഖയ്ക്ക് ഇപ്പോൾ ഒരു ഫാൻ ബേസ് കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും അങ്ങനെ ഉണ്ട്. സുരേന്ദ്രന് കാസർഗോഡും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയും അതേപോലെ ഇനിയിപ്പോ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുകയാണെങ്കിൽ അയാൾ തിരുവനന്തപുരം തന്നെയായിരിക്കും രാജീവ് ചന്ദ്രശേഖറിന് ഏറ്റവും സുഗമമായിട്ടുള്ള ഒരു മണ്ണെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു പിന്നീടുള്ള ഒരു സംശയം എന്ന് പറയുന്നത് സ്റ്റാർ മണ്ഡലങ്ങളിലേക്ക് ആരായിരിക്കും BJP കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്. അതും ഇതേപോലെ ശക്തമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും നിർത്താൻ പോകുന്നത് എന്ന് വെച്ചാൽ BJP-യുടെ തന്നെ ഇപ്പൊ ശ്രീലേഖയ്ക്ക് ഒരു ഫാൻ ബേസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതേപോലെ അത്തരം ഒരു ഫാൻ ബേസ് ഇവർക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റിയ കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും ഈ പറയുന്ന സ്റ്റാർ മണ്ഡലങ്ങൾ നിർത്തുന്നത്. പഴയതുപോലെ BJP ഈ നിലമ്പൂരൊക്കെ ചെയ്തതുപോലെ ഞങ്ങൾക്കൊരു മത്സരമില്ല അല്ലെങ്കിൽ ഇവിടെ UDF LDF മത്സരമാണ് നടക്കാൻ പോകുന്നത്, ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എന്തായാലും നിയമസഭയിൽ BJP കടക്കില്ല എന്നുള്ള. കാരണം ഒരു സെക്കൻഡ് പൊസിഷൻ കിട്ടിയാൽ തന്നെ BJP-ക്ക് അത് ലോട്ടറി ആണെന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് ഇനിയിപ്പോ ഈ പറയുന്ന സ്ഥാനാർത്ഥി നിർണയം അനുസരിച്ച് എങ്ങനെയാണ് അതിന്റെ ഒരു ബാക്കി ഘട്ടങ്ങൾ എന്നൊക്കെയാണ് നമുക്കിനി കാണാനുള്ളത്. സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായിട്ടില്ല. ഈ പറയുന്ന അവരുടെ തന്നെ അടുത്ത സ്രോതസ്സിൽ നിന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പൂർണ്ണ നിർണയം പാർട്ടി തന്നെയാണ് തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും.